നന്ദി. ഈശോയിലേക്ക് വന്ന് ഇത്രയും വർഷം ഈശോയിൽ വിശ്വസിച്ച് ഈശോ രക്ഷകന്റെ നാഥനായി സ്വീകരിച്ച് മാമോദിസ വരെ അവർ നേർന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ഈശോ കുഞ്ഞുങ്ങളെ തന്നാൽ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കാര്യങ്ങൾ അതെല്ലാം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഏതെങ്കിലും ഒരു നിയോഗം കൂടെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയിലേക്ക് നമ്മൾ വന്നു വചനം കേൾക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും നമുക്ക് അനുകൂലമാകണമെന്ന് ഇല്ല. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ 17 മുതൽ 20 വരെ. പക്ഷെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങും, പിശാചുക്കൾ വിട്ടുപോകും. ലൂക്ക 10, 17, 20 ഒന്ന് വായിക്കാമോ? ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെ. ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത യേശു പിന്നീടും സുവിശേഷം അയക്കാനായിട്ട് 72 പേരെ കൂടി തിരഞ്ഞെടുത്ത് നിയോഗിക്കും. അയച്ച ലൂക്ക 10, 17, 20. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. 72 പേരും എങ്ങനെ വന്നു? സന്തോഷത്തോടെ. വളരെ പ്രധാനപ്പെട്ട കാര്യം. വചനം കേൾക്കുന്നവരെല്ലാം സന്തോഷമുള്ളവരാകും. യോഹന്നാൻ 15:11 പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുന്നതിന് വേണ്ടി. അപ്പൊ വചനം കേൾക്കുന്ന എല്ലാവർക്കും എന്ത് കിട്ടും? സന്തോഷം കിട്ടും. വചനം കേൾക്കുന്നവർ സന്തോഷമുള്ളവരായി മാറും. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ. വീട്ടിലുള്ളവരെ കേൾക്കാതെ ഉള്ളു, പക്ഷെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങും. ചിലപ്പോ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും കൂടെയുള്ളവരും വീട്ടിലുള്ളവരോ ജമ്മോ വേറെ വല്ലതും പറയുന്നവരും. പക്ഷേ വചനത്തിൽ പറയുന്നത് ഇതാ, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പിശാചു വിട്ടുപോകും, ബന്ധനം വിട്ടുപോകും. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ, അതായത് എഴഞ്ഞു വരുന്നതോ പൊത്തുന്നതോ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും, അതായത് നമുക്കെതിരെ കടന്നു വരുന്ന തിന്മകള് പൈശാചികകള് എഴഞ്ഞു വരുന്നതോ പറന്നു വരുന്നതോ പൊത്തുന്നതോ അല്ലെ? പാമ്പിന്റെ ഒരു മൊട്ടസൂചി അത്ര വിഷം മതി തീരാൻ. അപ്പൊ ഇങ്ങനെ വരുന്ന പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ വേണ്ടി, അതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ചവിട്ടി നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരധികാരം തന്നിരിക്കുന്നു? കർത്താവ് അധികാരം തന്നിരിക്കുന്നു. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. വീണ്ടും പറയുന്ന ഇതാണ്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ ബാക്കി രോഗശാന്തി കിട്ടി, വീട് കിട്ടി, കാറ് കിട്ടി, ജോലി കിട്ടി, കടം മാറി, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആത്മാവ് നശിച്ച നരകത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ പറയ്? ഇവിടെ ഇല്ല ആരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുഴിയിൽ വീണ തവളകളുടെ കഥ വായിച്ചു. ഒരു തവള മാത്രം ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. മറ്റേവരൊക്കെ ചാടി മതിയായി, അവർക്ക് കയറി പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, എടാ പൊട്ട, ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കയറി പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അവനാകട്ടെ ചാടി അവൻ കയറിപ്പോയി. അപ്പോ അവൻ കയറിപ്പോയി. അവരൊക്കെ അവരോട് പറഞ്ഞാ ചാടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നമ്മളോട് പലരും പറയും, സാത്താൻ പറയും, എന്തറിയും, പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഈ കാലത്ത് ഇതിനൊന്നും വലിയ ഇതൊന്നും ഇല്ല, എല്ലാവരും ജീവിക്കണ പോലെ ജീവിക്കാൻ നോക്കുന്നു പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പൊ ഈ ചാടിക്കൊണ്ടിരുന്ന അവരൊന്നും പറഞ്ഞിട്ട് കേൾക്കാതിരുന്നതിനെ കുറിച്ച് കഥാകാരൻ പറയണേതാ, ആ തവള ഒരു പൊട്ടനായിരുന്നു, ചെവി കേൾക്കാത്തത് കൊണ്ട്